കുറച്ച് മുമ്പേ ഒരു പോസ്റ്റ് വന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ. കാരണം ഒരു കുട്ടികളുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലും വയലൻസ് ഉള്ള ചിത്രങ്ങൾ ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ കൂടി വരുന്നതുകൊണ്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറയുന്നത് അവിടുത്തെ ഹ്യൂമറുള്ള ഫാമിലി ഓറിയന്റഡ് ആയിട്ട് ചിത്രങ്ങളല്ലേ ഇച്ചിലൂടെ തിയേറ്ററിൽ ഓടേണ്ടത്? എടാ അത് ഇതെങ്ങനെ മാനസികമായിട്ട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇത് പേഴ്സൺ ടു പേഴ്സൺ അല്ലേ. ഇപ്പം നമ്മളിതൊരു സിനിമ മാർക്ക് കൊണ്ടിട്ട് നമ്മൾ ആരും പോയിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യില്ല. ഇത് ഡിപ്പെൻസ് ഓൺ അവരുടെ ചൈൽഡ്ഹുഡ്, അവരുടെ ഇത്തരത്തിലുള്ള അവരുടെ സ്കൂളിങ്, ഇതിനൊക്കെ അടിസ്ഥാനപരമായി ഇതൊക്കെ അപ്ബ്രിങ്ങിങ്ങിനനുസരിച്ചിരിക്കും. മനസ്സിലായില്ലേ? അവർക്കുണ്ടായിട്ടുള്ള ട്രോമകൾ അവരുടെ ഇതനുസരിച്ചിരിക്കും. ഇതൊക്കെ സിനിമക്കൊരു പരിധി കൂടുതലൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി ആ വളർന്നു വരുന്ന ആ ചെറുപ്പക്കാരന്റെ അപ്ബ്രിങ്ങിങ്ങും കുട്ടിക്കാലം അല്ലെങ്കിൽ അയാളുടെ അഡോളസെന്റിൽ അയാൾ കാണുന്ന ചുറ്റുമുള്ള ആൾക്കാർ, അപ്പൊ എല്ലാ സാധനം ഇൻഫ്ലുവൻസ് ചെയ്യും. സിനിമ മാത്രമല്ലല്ലോ, സൗഹൃദം ഇൻഫ്ലുവൻസ് ചെയ്യും, അയാളുടെ റിലേറ്റീവ്സ്, ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ സിനിമേനെ മാത്രം നമുക്ക് അടിച്ച് ഈ സിനിമ കണ്ടതുകൊണ്ട് ഇയാൾ ഇങ്ങനെ ആയിപ്പോയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചുറ്റുപാട് നടക്കുന്ന പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യും. സിനിമയും ചിലപ്പോൾ ഇത്രയും വയലന്റ് ആയിട്ടുള്ള സിനിമകൾ വരുന്ന സമയത്ത് അതും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതകളുണ്ട്.